तु फहवीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै ओम शान्ति शान्ति शान्ति. ആറാം ഖണ്ഡം കഴിഞ്ഞല്ലേ? നീ ഏഴല്ലേ? അതെ. ഛാന്ദോഗ്യോപനിഷത്ത് 8-ാമത്തെ അധ്യായം 7-ാമത്തെ ഖണ്ഡം. യഹ് ആത്മാപഹതപാത്മാ വിജരോ വിമൃത്യുർവിശോകോ വിജിഖത്ഫോ അപിപാസഃ സത്യകാമഃ സത്യസങ്കൽപഃ അന്വേഷ്ടവ്യഃ വിജിജ്ഞാസിതവ്യഃ സർവാംശ്ച ലോകാനാപ്നോതി സർവാംശ്ച കാമാൻ യസ്തമാത്മാനമനുവിദ്യ വിജാനാതീതി ഹ പ്രജാപതിരുവാച. യഹ യാതൊരുവനാണോ ആത്മാപഹത പാത്മാ, ആത്മാ അപഹത പാത്മാ, ആത്മാവ് യാതൊരാത്മാവാണോ അപഹത പാത്മ പാപമില്ലാത്തവനായി തീർന്നിട്ട്. യഹ ആത്മാ അപഹത പാത്മാ, യാതൊരാത്മാവാണോ ധർമാധർമ്മ രൂപങ്ങളായ പലവിധത്തിലുള്ള പാപചിന്തകളോട് കൂടാതിരിക്കുന്നത്. വിജരോ ജര ബാധിക്കാതിരിക്കുന്നത്. വിജരോ വിഗതമായ ജര. വിമൃത്യുഹു മൃത്യു ഇല്ലാതിരിക്കുന്നത്, വിഗതമായ മൃത്യുവിനോട് കൂടിയത്. വിശോകോ ശോകമില്ലാത്തതായിട്ട്. ജിഖത്ഫ എന്ന് വെച്ചാൽ കഴിക്കാനുള്ള ആഗ്രഹം. ഖാദും ഇച്ഛ. ജിഖത്ഫ കഴിക്കാനുള്ള ആഗ്രഹമാണ് ജിഖത്ഫ. വിശപ്പ് എന്നർത്ഥം. ജിഖൽഫ. ജിഖൽഫ ഇല്ലാത്തത് വിജിഖൽഫ. വിശപ്പില്ലാത്ത. വിജിഖത്ഫോ. ജിഖത്ഫ എന്ന് വെച്ചാൽ വിശപ്പ്. ഖാദിതും ഇച്ഛ കഴിക്കാനുള്ള ആഗ്രഹം. ജിഖിത്ഫ. ജിഖിത്ഫ ഇല്ലാത്തത് അല്ലെങ്കിൽ വിഗതമായ ജിഖിത്ഫ. വിജിഖിത്ഫ വിശപ്പില്ലാത്തത് എന്നൊറ്റ വാക്കിൽ അർത്ഥം പറഞ്ഞേക്കാം, കുഴപ്പമില്ല. വിജിഖിത്ഫോ. അപിപാസഹ പിപാസ ഇല്ലാതെ. പിപാസ ദാഹം. പാതുമിച്ഛ പിപാസ കുടിക്കാനുള്ള ആഗ്രഹം, അതിന്റെ പേരാണ് ദാഹം. അതില്ലാത്ത. സത്യകാമ സത്യമായ കാമത്തോടു കൂടിയവനും. സത്യസങ്കൽപ്പ സത്യമായ സങ്കല്പത്തോടു കൂടിയവനും. സോ അങ്ങനെയുള്ള ആത്മാവിനെയാണ് അന്വേഷ്ടവ്യ അന്വേഷിക്കേണ്ടത്. സോ അന്വേഷ്ടവ്യ. വിജിജ്ഞാസിതവ്യ. അതിനെക്കുറിച്ചാണ് ജിജ്ഞാസ ഉണ്ടാവേണ്ടത്. വിജിജ്ഞാസിതവ്യ. വിജിജ്ഞാസ ഉണ്ടാവേണ്ടത്. ജിജ്ഞാസിതവ്യം ജിജ്ഞാസയ്ക്ക് യോഗ്യമായിരിക്കുന്നത്, അറിയപ്പെടാൻ യോഗ്യമായിരിക്കുന്നത്, അറിയേണ്ടത് എന്ന് പറയാം. സ്വ അന്വേഷ്ടവ്യ സ്വവിജിജ്ഞാസിതവ്യ സഹ സർവാംശ്ച ലോകാൻ ആപ്നോതി. അവൻ എല്ലാ ലോകങ്ങളെയും പ്രാപിക്കുന്നു. സർവാശ്ച കാമാൻ എല്ലാ കാമങ്ങളെയും പ്രാപിക്കുന്നു. യഹ തം ആത്മാനം അനുവിദ്യ വിജാനാതീതി. യാതൊരുവനാണോ തം ആത്മാനം ആ ആത്മാവിനെ അനുവിദ്യ അറിഞ്ഞിട്ട്. തം ആത്മാനം അനുവിദ്യ ആ ആത്മാവിനെ അറിഞ്ഞിട്ട്. വിജാനാതി ഇതി അറിയുന്നു എന്ന്. സാക്ഷാത്കരിക്കുന്നു എന്ന്. ഹ പ്രജാപതിരുവാ
ഉവാച എന്ന് തീർച്ചയായിട്ടും പ്രജാപതി പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രജാപതി പറഞ്ഞു എന്ന്. ഇതുവരെ പറഞ്ഞ ദഹരവിദ്യയെ കുറിച്ചാണ്. ആ ദഹരവിദ്യയിൽ എങ്ങനെയാണ് ഹൃദയത്തിന്റെ ദഹരാകാശത്തിലുള്ള ആത്മാവബോധത്തെ സാക്ഷാത്കരിക്കാൻ പറ്റുന്നത് എന്നാണ് പറഞ്ഞു വെച്ചത്. അതിന് ഏറ്റവും അധികം പ്രസാദവാനായ ആത്മാവ് ശരീരത്തിൽ നിന്നും സുഷുപ്തി സമയത്ത് ഉണർന്ന പരമജ്യോതിസിനെ പ്രാപിച്ച് സ്വസ്വരൂപാനുസന്ധാനം ചെയ്ത് ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നു എന്നാണ് മുമ്പ് പറഞ്ഞു വെച്ചത്. അതിനുള്ള ലക്ഷണങ്ങളും അടയാളങ്ങളും ബ്രഹ്മചര്യം എന്ന സാധനയാണ് അനിവാര്യമെന്നും കൂടി വിവരിച്ചു. ഇനി ഇങ്ങനെയൊക്കെയുള്ള ഈ ആത്മാവിനെ ആർക്കാണ് പ്രാപിക്കാൻ യോഗ്യത എന്ന് വെച്ചാൽ, അയാൾ യഹ ആത്മാ, യാതൊരു ജീവാത്മാവാണോ, ഇവിടെ ആത്മാവിന് ജീവാത്മാവാണ്, പാപമില്ലാത്തവനും ജരയില്ലാത്തവനും മൃത്യുവില്ലാത്തവനും ശോകമില്ലാത്തവനും ദാഹവിശപ്പുകളില്ലാത്തവനും സത്യസങ്കല്പനും സത്യകാമനും ആയ സഹ അവൻ അന്വേഷ്ടവ്യ സവിജിജ്ഞാസിതവ്യ. അപ്പം ഈ ജീവാത്മാവ് പരമാത്മാവിനെ അന്വേഷിക്കുമ്പോൾ ആ പരമാത്മസ്വരൂപം എന്ന് പറയുന്നത് ജീവാത്മാവിനേക്കാൾ വിലക്ഷണമാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപഹതപാത്മാവാണ്, വിജരനാണ്, വിമർത്തുവാണ്, വിശോകനാണ്, ഇതൊക്കെ ജീവാത്മാവിനുണ്ട്. ജീവാത്മാവിൽ പാപമുണ്ട്, ജരയുണ്ടാകും, മൃത്യു ഉണ്ടാകും, ശോകമുണ്ടാകും, വിശപ്പുണ്ടാകും, ദാഹമുണ്ടാകും. ഇതൊന്നും ഇല്ലാത്ത ഒരു ആത്മതത്വമാണ് ഈ പരബ്രഹ്മമെന്ന പരമാത്മ ജ്യോതിസ്. അത് ജ്യോതിസായിട്ടാണ് മുമ്പ് പറഞ്ഞത്. അതാണ് അന്വേഷിക്കേണ്ടത്, അതാണ് കണ്ടെത്തേണ്ടത്. അതിനുവേണ്ടിയാണ് ജിജ്ഞാസ ഉണ്ടാവേണ്ടത്. എല്ലാ ലോകവും സകല കാമങ്ങളും ഈ ആത്മാവബോധത്തിലേക്ക് എത്തുന്നതോടെ പ്രാപിക്കാൻ സാധിക്കും. ഈ ആത്മാവിനെ അറിഞ്ഞിട്ട് അവൻ സാക്ഷാത്കരിക്കപ്പെടണം എന്ന് പ്രജാപതി നമ്മോട് നേരത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതല്ല, എനിക്ക് മുമ്പുള്ള ഋഷിമാര് പറഞ്ഞതാണ് എന്നുള്ളത് കൊണ്ട് ഈ ആശയം എല്ലാ ജീവാത്മാക്കളുടെയും ലക്ഷ്യം ഈ ആത്മാവിനെ പ്രാപിക്കലാണ് എന്ന് പ്രജാപതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജീവാത്മാക്കൾ ആത്മാവിൽ നിന്നും വിഭിന്നനായ പരമാത്മ ചൈതന്യ സ്വരൂപത്തെ പ്രാപിക്കണം. ജീവാത്മാവിനെ എപ്പോഴും അന്വേഷിക്കാൻ പറ്റിയ ഒറ്റ വസ്തു ഈ ആത്മചൈതന്യം മാത്രമായിരിക്കണം. ജീവാത്മാവിന് ജിജ്ഞാസ ഉണ്ടാവേണ്ടതും ഇതിനെക്കുറിച്ച് തന്നെ ആയിരിക്കണം. അങ്ങനെ അന്വേഷിച്ച് ജിജ്ഞാസയുണ്ടായാൽ എല്ലാ ലോകത്തെയും എല്ലാ കാമത്തെയും പ്രാപിച്ചിട്ട് ആ ആത്മാവിനെ അറിഞ്ഞ് അത് സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്ന് പ്രജാപതി എന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അന്വേഷിക്കേണ്ടത് ആത്മാവിനെയാണ്, മറ്റൊന്നും അന്വേഷിക്കണം എന്നില്ല. അന്വേഷിച്ചാലും ഇല്ലെങ്കിലും പലതും കിട്ടിയെന്ന് വരും, കിട്ടിയില്ലെന്ന് വരും. പക്ഷെ ആത്മാവിനെ അന്വേഷിച്ചെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ശാസ്ത്രങ്ങൾ കൊണ്ടോ ആചാര്യങ്ങൾ കൊണ്ടോ ഗുരുജനങ്ങളുടെ ഉപദേശം കൊണ്ടോ ഇതൊക്കെ സാക്ഷാത്കരിച്ചാൽ എല്ലാ ലോകവും എല്ലാ ആഗ്രഹവും പ്രാപിക്കുന്ന ഒരു സ്ഥാനത്തിലേക്ക് എത്താൻ പറ്റും. ഈ സ്ഥാനമാണ് ആത്മസ്വരൂപത്തിന്റെ ചിരപ്രതിഷ്ഠിതമായ അവസ്ഥ. അതിലേക്കാണ് എല്ലാവരും എത്തേണ്ടത് എന്ന് വീണ്ടും വീണ്ടും ഈ ഉപനിഷത്ത് ആത്മബോധത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്. യഹ ആത്മാപഹതപാത്മാ വിജരോ വിമർത്തുർവിശോകോ വിജിഖത്സോ അപിപാസ സത്യകാമ സത്യസങ്കൽപ്പസോ അന്വേഷ്ടവ്യഃ സവിജിജ്ഞാസിതവ്യഃ സർവാംശ്ച ലോകാനാപ്നോതി സർവാംശ്ച കാമാൻ യസ്തമാത്മാനമനുവിദ്യ വിജാനാതി ഇതി ഹ പ്രജാപതിരുവാച. ആത്മാപഹതപാത്മാ വിജരോ വിമർത്തുർവിശോകോ വിജിഗത്സോ അപിപാസ സത്യകാമ സത്യസങ്കൽപ്പസോ അന്വേഷ്ടവ്യ സവിജിജ്ഞാസിതവ്യ
സർവാംശ്ച ലോകാനാപ്നോതി സർവാംശ്ച കാമാൻ യസ്തമാത്മാനമനുവിദ്യ വിജാനീതി ഇതി ഹ പ്രജാപതിരുവാച യഃ ആത്മാ അപഹതവാത്മാ വിജരോ വിമൃത്തു വിശോകോ വിജിഖത്സോ അപിപാസ സത്യകാമ സത്യസങ്കൽപ്പ സോ അന്വേഷ്ടവ്യ സ വിജിജ്ഞാസിതവ്യ സ സർവാംശ്ച ലോകാൻ ആപ്നോതി സർവാംശ്ച കാമാൻ യസ്തമാത്മാനമനുവിദ്യ വിജാനീയാതീതി ഹ പ്രജാപതിരുവാച. ഒരു സംശയം ചോദിക്കട്ടെ സാറേ, ഈ വി ഉപസർഗവേ ഏതാനും വാക്കുകളോട് ചേരുമ്പോഴത്തേന് ഇല്ല എന്നുള്ള അർത്ഥം വരുന്നു, വേറെ ചില വാക്കുകളോട് ചേരുമ്പം വിശേഷണാന്ന് അർത്ഥം വരുന്നു. ഇപ്പം ശോകമില്ലാത്തത്, ജരയില്ലാത്തത്, അതുപോലെ വേറെ ചില വാക്കുകളോട് ചേരുമ്പോ വിശേഷണ എന്നുള്ള ജ്ഞാനം എന്നുള്ള അർത്ഥമല്ലേ വരുന്നത്? അതെങ്ങനെ തിരിച്ചറിയും സാറേ? ഇവിടെ വിജിജ്ഞാസിതവ്യ എന്നുള്ള അതും അങ്ങനെയാണല്ലോ. അതെ, അത് വിജിജ്ഞാസ വിശേഷിച്ചുള്ള ജിജ്ഞാസ തന്നെയാണ്. അവിടെ വികതമായ അർത്ഥമല്ല. ഇത് തിരിച്ചറിയുന്നത് വിവക്ഷയുടെ താല്പര്യം അനുസരിച്ചിട്ടാണ്. ഏതാണോ അവിടത്തേക്ക് യോഗ്യമാക്കി ചേർക്കാൻ പറ്റുന്നത് അത് വക്താവിന്റെ വിവക്ഷയ്ക്ക് അധീനമാണ്. അപ്പൊ സാഹചര്യാർത്ഥം അനുസരിച്ച് അത് മാറും അല്ലേ? അത് മാറും. ഏതർത്ഥമാണോ അവിടെ വേണ്ടത് ആ അർത്ഥത്തെ അവിടെ സ്വീകരിക്കാം. കാരണം അർത്ഥം തരുന്നത് വക്താവിന്റെ വിവക്ഷയാണ്. വക്തൃവിവക്ഷ അധീനാഹ ഭവന്തി കാരകാഹ. അർത്ഥങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തുന്നത് വക്താവിന്റെ വിവക്ഷയ്ക്ക് അധീനം അനുസരിച്ചിട്ടാണ്. ഏത് അർത്ഥം ഉദ്ദേശിച്ചിട്ടാണോ ആ പദം പ്രയോഗിച്ചത് ആ അർത്ഥം നമുക്ക് കിട്ടും. അത് നമുക്ക് തൊട്ടു മുമ്പും പിമ്പുമുള്ള പദത്തോടും ഏത് സാഹചര്യത്തിലാണെന്നും ഏത് അർത്ഥബോധം തരാൻ വേണ്ടിയാണെന്നും നമ്മൾക്ക് ആ പ്രകടനത്തിൽ നിന്ന് കിട്ടും. അങ്ങനെ എടുക്കാൻ പറ്റും. നോട്ട് ചെയ്തായിരുന്നു ജിജ്ഞാസ വിജിജ്ഞാസ, ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നീട് ചോദിക്കണം എന്ന് വെച്ചു. ആദ്യം പറഞ്ഞതെല്ലാം വിജരം വിമർത്തു വിശോകം വിജിഗിത്സയാണ്. പക്ഷെ വിജിജ്ഞാസ വന്നപ്പം വിഗതമല്ല. അണ്ടർലൈൻ വെച്ചത് വെച്ചായിരുന്നു. അവിടെ വിശിഷ്ടമാണ്. കിട്ടിയില്ലേ? തദ്ധോഭേദേവാസുര അനുബുദ്ധിരേ തേഹോചുർഹന്ത ആത്മാനമന്വിച്ഛാമോ യമാത്മാനമന്വിഷ്യ സർവാംശ്ച ലോകാനാപ്നോതി സർവാംശ്ച കാമാൻ അതീന്ദ്രിയോ ഹൈവ ദേവാനാം അഭിപ്രവവ്രാജ വിരോചനോ പുരാണം തൗഹാസം വിദാനാവേവ സമിത്പാണി പ്രജാപതി സകാശമാജഗ്മതുഹു തത് അഹ ഉഭയേ ദേവാസുര തദ്ധോഭയേ തത് ഹ ഉഭയേ ഉരുമ്പോ തദ്ധോഭയേ തത് അതാകട്ടെ ഉഭയേ ദേവാസുരാഹ ദേവാസുരന്മാർ രണ്ടുപേരും, ദേവന്മാരും അസുരന്മാരും. ഉഭയേ ദേവാസുരാഹ അനുബുബുധിരേ അറിഞ്ഞു. പതുക്കെ പതുക്കെ പുറകെ ഓരോരുത്തരായിട്ട് അറിഞ്ഞു. അനുബുബുധിരേ തദ്ധോഭയേ ദേവാസുരാഹ അനുബുബുധിരേ തേഹ ഊചു ഹന്ത തേഹോചു ഹന്ത തേഹ ഊജുഹു ഹന്ത. അവർ പറഞ്ഞുവല്ലോ തേ ഹ ഊചുർ ഹന്ത തേ ഹോചുർ ഹന്ത. ഹന്ത എന്നുള്ളത് സന്ദർഭം അനുസരിച്ച് പല അർത്ഥം കാണിക്കാൻ അവ്യയമാണ്. ഇവിടെ തീർച്ചയായും കാണിക്കാനുള്ളതാണ്. തം ആത്മാനം അന്വിച്ഛാമോ, ആ ആത്മാവിനെ നമുക്ക് അന്വേഷിക്കാം. അന്വിഷ്യാമ തം ആത്മാനം അന്വിച്ഛാമോ.
ഈ പരമാത്മാവിനെ കുറിച്ച് ദേവാസുരന്മാർ അറിഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ആ ആത്മാവിനെയാണ് അന്വേഷിക്കേണ്ടത് എന്ന് അവർക്ക് തോന്നി. ആത്മാനം അന്വേഷിയ, യാതൊരാത്മാവിനെ അന്വേഷിച്ചിട്ട് സർവാംശ ലോകാൻ ആപ്നോതി സർവാംശ കാമാൻ ഇതി ഇന്ദ്രോ ഹ ഏവ ദേവാനാം അഭിപ്രവവ്രാജ. മനസ്സിലായി. ഞാൻ ക്ലാസ്സിലാണല്ലോ, അത്യാവശ്യം ഒരു ക്ലാസ്സിലാ. ശരി ശരി. തദ്ധോഭേ ദേവാസുര അനുബുബിധിരേ തേഹോ സുർഹന്ത തം ആത്മാനം അന്വേഷിച്ചാമോ. ആ ആത്മാവിനെ നമുക്ക് അന്വേഷിക്കാം. യമാത്മാനം അന്വേഷിയ, യാതൊരാത്മാവിനെ അന്വേഷിച്ചിട്ടാണോ എല്ലാ കാമങ്ങളെയും സർവാംശ ലോകാൻ ആപ്നോതി സർവാംശ കാമാൻ, എല്ലാ ലോകത്തെയും എല്ലാ കാമങ്ങളെയും യാതൊരാത്മാവിനെ അന്വേഷിച്ചിട്ടാണോ നേടുന്നത് ഇതി എന്ന് ഇന്ദ്രോഹയേവ ദേവാനാം പ്രവവ്രാജ. ദേവാനാം ഇന്ദ്രോ, ദേവന്മാരുടെ ഇന്ദ്രനായ ദേവേന്ദ്രൻ അഭിപ്രവവ്രാജ പുറപ്പെട്ടു. ഇതിനു വേണ്ടി, ഈ ആത്മാവിനെ അന്വേഷിക്കാൻ വേണ്ടി ആദ്യം ദേവേന്ദ്രൻ പുറപ്പെട്ടു. യമാത്മാനം അന്വേഷ്യ സർവാംശ ലോകാനാപ്നോതി സർവാംശ കാമാൻ ഇതി ഇന്ദ്രോഹൈവ ദേവാനാം അഭിപ്രവവ്രാജ. ദേവാനാം ഇന്ദ്രഃ അഭിപ്രവവ്രാജ, ദേവന്മാരുടെയായ ഇന്ദ്രൻ ദേവേന്ദ്രൻ പുറപ്പെട്ടു. വിരോചനോ അസുരാണാം, അസുരന്മാരുടെ രാജാവായ വിരോചനൻ തൗ ഹ അസംവിധാനൗ ഏവ സമിത്പാണി. തൗഹ, അവർ രണ്ടുപേരും അസംവിധാനവും ഏവ, അന്യോന്യം അറിയാതെ, സംവിത്ത് അറിയുക, അസംവിത്ത് അറിയാതെ. തൗഹ അസംവിധാനവും ഏവ, ഇവർ രണ്ടുപേരും പരസ്പരം അറിയാതെ സമിത്പാണി, സമിത്ത് കയ്യിൽ വെച്ചുകൊണ്ട് പ്രജാപതി പ്രകാശം ആജഗ്മഹു, പ്രജാപതിയുടെ അടുത്തേക്ക് എത്തി. പ്രജാപതി പ്രകാശം, പ്രജാപതി സമീപം ആജഗ്മധുഹു എത്തി. അതെ, ഇന്ദ്രൻ വിചാരിച്ചു അന്വേഷിക്കേണ്ടത് ആത്മാവിനെയാണ്, ഞാൻ ആത്മാവിനെ അന്വേഷിക്കാൻ പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞ് ഇന്ദ്രൻ പുറപ്പെട്ടു. അസുരന്മാരുടെ രാജാവായ വിരോചനനും അപ്പൊ തന്നെ പുറപ്പെട്ടു. രണ്ടുപേരും വഴിയോടെ പോകുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം കണ്ട അറിയാത്തവരായിട്ടാണ് പോകുന്നത്. രണ്ടുപേരുടെയും കയ്യിൽ സമിത്വം. കാരണം ആത്മജ്ഞാന അന്വേഷണ ബ്രഹ്മചാരിയുടെ ഏറ്റവും വലിയ അടയാളമാണ് സമിത്ത്. ആത്മജ്ഞാനത്തിന് വേണ്ടിയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഒരു ചമതക്കമ്പ് കയ്യിൽ കൊണ്ടു നടക്കണം. രണ്ടുപേരും സമിത്പാണിയായിട്ടാണ് പ്രജാപതിയായ ഗുരുവിന്റെ അടുക്കിലേക്ക് ഇത് അന്വേഷിക്കാൻ വേണ്ടി പുറപ്പെട്ടത്. തദ്ധോഭേ ദേവാസുര അനുബുബുധിരേ തേ ഹോചൂഹന്ത തമാത്മാനമന്വിച്ഛാമോ യമാത്മാനമന്വിഷ്യ സർവാംശ ലോകാനാപ്നോതി സർവാംശ കാമാൻ ഇതി ഇന്ദ്രോ ഹൈവ ദേവാനാം അഭിപ്രവവ്രാജ. വിരോചനോ സുരാണം തൗഹ അസംവിധാനാവേവ സമിത്പാണി പ്രജാപതി പ്രകാശമാജഗ്മധുഃ. തദ്ധോഭേ ദേവാസുരാം അനുബുബുധിരേ തേ ഹോചുർഹന്ത തമാത്മാനമന്വിച്ഛാമോ യമാത്മാനമന്വിഷ്യ സർവാംശ ലോകാനാപ്നോതി സർവാംശ കാമാൻ ഇതി ഇന്ദ്രോ ഹൈവ ദേവാനാം അഭിപ്രവവ്രാജ. വിരോചനോ സുരാണാം തൗഹ അസംവിധാനൗ ഏവ സമിത്പാണി പ്രജാപതി പ്രകാശം ആജഗ്മധുഃ. തത് ഹ ഉഭയേ തദ്ധോഭയേ ദേവാസുര അനുബുബുധിരേ തേ
ഹാ ഊചുഹു തേ ഹോചു ഹന്ത തം ആത്മാനം അന്വിച്ഛാമോ യം ആത്മാനം അന്വിഷ്യ സർവാംശ്ച ലോകാനാപ്നോതി സർവാംശ്ച കാമാൻ ഇതി ഇന്ദ്രോ ഹൈവ ദേവാനാമഭിപ്രവവ്രാജ വിരോചനോ അസുരാണ തൗഹ അസംവിധാനൗ ഏവ ഹാസംവിധാനാവേവ തൗഹ അസംവിധാനൗ ഏവ സമിത്പാണീ പ്രജാപതി പ്രകാശം ആജഗ്മതു. പാണീന്ന് ദീർഘം വേണം, രണ്ടുപേരുള്ളതുണ്ട്, ദ്വിവചനം വേണം. പാണിഹി പാണീ പാണയ തത്തോഭയേദേവാസുരാനുബുധിരേ തേഹോ ചുർഹന്തതമാത്മാനമന്വിച്ഛാമോ യമാത്മാനമന്വിഷ്യ സർവാംശ്ച ലോകാനാപ്നോതി സർവാംശ്ച കാമാൻ ഇതി ഇന്ദ്രോ ഹൈവ ദേവാനാമഭിപ്രവവ്രാജ വിരോചനോ പുരാണം തൗഹാ സംവിധാനാവേവ സമിത്പാണി പ്രജാപതി പ്രകാശമാജഗ്മതുഃ. തൗഹ 32 വർഷാണി ബ്രഹ്മചര്യമൂഷതു. തൗഹ പ്രജാപതിരുവാചാം കിമിച്ഛന്താൗ ആവാസ്താമിതി. തൗഹോ ചതുര്യ ആത്മാപഹതപത്മാ വിജരോ വിമുക്തവിശോകോ വിജിഹിൽസോ അഭിവാസ സത്യകാമ സത്യസങ്കൽപ്പ സ്വന്വേഷ്ടവ്യ സവിജിജ്ഞാസിതവ്യ സർവാംശ്ച ലോകാനാപ്നോതി സർവാംശ്ച കാമാൻ യസ്തമാത്മാനമനുവിദ്യ വിജാനീതി. ഭഗവതോ വചോ വേദയന്തേ തമിച്ഛന്തൗ ആവാസ്തമിതി. തൗഹ അവർ രണ്ടുപേരും ആകട്ടെ 32 വർഷാണി 32 വർഷങ്ങൾ. 32 വർഷാണി 32 വർഷങ്ങൾ ബ്രഹ്മചര്യം ഊഷതുഹു ബ്രഹ്മചര്യത്തിൽ വസിച്ചു. ഊഷതുഹു വസിച്ചു. ഉവാസ ഊഷതുഹു ഊഷുഹു. ബ്രഹ്മചര്യം ഊഷതുഹു അവർ രണ്ടുപേരും 32 വർഷത്തോളം പ്രജാപതിയുടെ മുമ്പിൽ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു, ബ്രഹ്മചാരികളായി ജീവിച്ചു. തൗഹ പ്രജാപതിരുവാച അവരോട് പ്രജാപതി പറഞ്ഞു. തൗ അവരോട് പ്രജാപതി ഉവാച പ്രജാപതി ചോദിച്ചു. കിം ഇച്ഛന്തൗ അവാസ്തം ഇതി. കിമിച്ഛന്താവവാസ്തമിതി. കിമിച്ഛന്തൗ എന്താഗ്രഹിച്ചിട്ടാണ് അവാസ്തം ഇവിടെ താമസിക്കുന്നത് ഇതി. ഇത്രയും നാൾ ചോദിച്ചില്ല, ഇപ്പോഴാണ് ചോദിക്കുന്നത്. എന്തുദ്ദേശിച്ചിട്ടാണ്, എന്താഗ്രഹിച്ചിട്ടാണ്, എന്ത് കാമിച്ചിട്ടാണ് ഇവിടെ താമസിക്കുന്നത്? കിമിച്ഛന്തൗ അവാസ്തം ഇതി. അവാസ്തം വസിച്ചത് എന്ത് ആഗ്രഹിച്ചിട്ടാണ്? തൗഹ ഊചതുഹു തൗഹോചതുഹു യഹ തൗഹോചതുര്യ തൗഹ ഊചതുഹു യഹ്. അവർ രണ്ടുപേരും കൂടി പറഞ്ഞു. യഹ യാതൊരാത്മാവാണോ, യഹ ആത്മാ യാതൊരാത്മാവ്, അപഹതപാത്മാ മുമ്പ് വന്നാണിത്. വിജരോ വിമർത്തു വിശോകോ വിജിഹിൽസോ അവിവാസ സത്യകാമ സത്യാത്മക സ്വന്വേഷ്ടവ്യ സ്വവിജിജ്ഞാസിതവ്യ സർവാംശ്ച ലോകാനാപ്നോതി സർവാംശ്ച കാമാൻ യസ്തമാത്മാനമനുവിദ്യ വിജാനീതി. ഈ ആത്മാവിനെ അറിഞ്ഞിട്ട് വേണം മോക്ഷം പ്രാപിക്കാൻ എന്ന് ഭഗവതോ വചോ വേദയന്തേ ഭഗവാന്റെ വാക്കുകൾ അറിയിക്കുന്നു. ഭഗവാന്റെ വാക്കുകളാണ് മുകളിൽ പറഞ്ഞത്. ഭഗവതോ വചോ വാക്കുകൾ വേദയന്തേ അറിയിക്കുന്നു. തമിച്ഛന്തൗ അവാസ്തമിതി അത് ആഗ്രഹിച്ചിട്ടാണ് താമസിക്കുന്നത്. തം ഇച്ഛന്തൗ അത് ഇച്ഛിച്ചുകൊണ്ടാണ് അവാസ്തം ഇതി ഇവിടെ താമസിക്കുന്ന മറുപടി പറഞ്ഞു. രണ്ടുപേരും കൂടി പോയി പ്രജാപതിയുടെ മുമ്പിൽ നിന്നു. 32 വർഷം ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് തിരിച്ചു വന്നു. അപ്പൊ ചോദിച്ചു, എന്തിനാ ഇവിടെ ഇങ്ങനെ നിങ്ങൾ താമസിക്കുന്നത്? അപ്പൊ മുമ്പ് പറഞ്ഞ ലക്ഷണമൊത്ത ആത്മസ്വരൂപത്തെ അറിയാൻ വേണ്ടിയാണ്.
ഇത് ഇങ്ങനെ അറിയാൻ പറ്റുമെന്ന് ഭഗവാന്റെ വാക്കുകളുണ്ട്. അത് ആഗ്രഹിച്ചിട്ടാണ് ഞങ്ങളുടെ താമസിക്കുന്നത്. മറുപടി തൗഹദ്വാത്രിംശതം വർഷാണി ബ്രഹ്മചര്യമൂഷതു തൗഹ പ്രജാപതിരുവാച കിമിച്ഛന്തൗ അവാസ്തമിതി തൗഹോ ചതുര്യ ആത്മാപഹതപത്മാ വിചരോ വിമർത്തുർവിശോകോ വിജിഖൽസോ അവിവാഫ ഫത്യകാമ ഫത്യസങ്കൽപ സ്വന്വേഷ്ടവ്യ സവിജിജ്ഞാസിതവ്യ സർവാംശ ലോകാനാപ്നോതി സർവാംശ കാമാൻ യസ്തമാത്മാനമനുവിദ്യ വിജാനാതീതി ഭഗവതോ വചോ വേദയന്തേ തമിച്ഛന്തൗ അവാസ്തമിതി തൗഹദ്വാത്രിംശതം വർഷാണി ബ്രഹ്മചര്യമൂഷതു തൗഹ പ്രജാപതിരുവാച കിമിച്ഛന്താവവാസ്തമിതി തൗഹോ ചതുര്യ ആത്മാപഹതപത്മാ വിജരോ വിമർത്തുർവിശോകോ വിജിഖിൽസോ വിവാഫ സത്യകാമ സത്യസങ്കൽപ സ്വന്വേഷ്ടവ്യ സവിജിജ്ഞാസിതവ്യ സർവാംശ ലോകാനാപ്നോതി സർവാംശ കാമാൻ യസ്തമാത്മാനമനുവിദ്യ വിജാനാതീതി ഭഗവതോ വചോ വേദയന്തേ തമിച്ഛന്തൗ അവാസ്തമിതി. തൗഹ പ്രജാപതിരുവാച യ ഏഷോക്ഷിണി പുരുഷോ ദൃശ്യത ഏഷ ആത്മേതി ഹോവാചൈതമൃതമഭയം ഏതദ് ബ്രഹ്മേത്യഥ യോയം ഭഗവോ അപ്സു പരിഖ്യായതേ യശ്ചായമാദർശേ കഥമേഷ ഇത്യേഷ ഉ ഏവേഷു സർവേഷു അന്തേഷു പരിഖ്യായത ഇതി ഹോവാച. തൗ അവരോട് പ്രജാപതി ഉവാച അവരോട് പ്രജാപതി പറഞ്ഞുവല്ലോ, യഹ ഏഷോ അക്ഷിണി പുരുഷോ യാതൊരുവനാണ് അക്ഷിണി. അക്ഷിണി എന്ന് വെച്ചാൽ കണ്ണുകൾ. കണ്ണ് കാഴ്ചയ്ക്ക് കാരണമായ ഉപകരണമാണ്. ഏഷോ അക്ഷിണി പുരുഷോ കാഴ്ചയ്ക്ക് കാരണക്കാരനായ പുരുഷൻ. അക്ഷിണി പുരുഷോ കാഴ്ചയ്ക്ക് കാരണക്കാരനായ യാതൊരു പുരുഷനാണോ ദൃശ്യത കാണുന്നു. കാഴ്ചയ്ക്ക് വിഷയീഭവിക്കാൻ പറ്റുന്ന അക്ഷിയിൽ കാണുന്ന ആ പുരുഷൻ തന്നെയാണ് ആത്മാവ്. യഹ യേശോ അക്ഷിണി പുരുഷോ ദൃശ്യത ഏഷ ആത്മേതി. അക്ഷിയിൽ കാണപ്പെടുന്ന പുരുഷൻ എന്നുള്ളത് കൊണ്ട് നേത്രാദികളായ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് ദർശനാദികളായ ക്രിയകൾ നിലനിൽക്കുന്നത്. നേത്രം കൊണ്ടാണ് ദർശനം സാക്ഷാത്കരിക്കാൻ പറ്റുന്നത്. അപ്പം ആ അക്ഷുപുരുഷനാകുന്ന ദ്രഷ്ടാവാണ് വാസ്തവത്തിൽ അപഹതപാത്മാവ് എന്നൊക്കെ ആത്മാവിനെ കുറിച്ച് മുമ്പ് വ്യാഖ്യാനിച്ചത്. അതുകൊണ്ട് അക്ഷിണി പുരുഷോ ദൃശ്യത ഏഷാത്മേതി. നിങ്ങളുടെ കണ്ണിൽ തന്നെ കാണുന്ന യാതൊരു പുരുഷനുണ്ടോ? കാരണം കണ്ണിൽ ഉള്ളത് പ്രകാശം മാത്രമാണ്. കാഴ്ച തരുന്ന കണ്ണിലെ പ്രകാശം കൊണ്ട് മാത്രമാണ്. ഈ പ്രകാശമില്ലേ ഒന്നും കാണാൻ പറ്റില്ല. നേത്രേന്ദ്രിയത്തിന്റെ കാഴ്ചശക്തി ദർശനശക്തി നൽകുന്നത് അതിന് കാരണക്കാരൻ അതിൻ്റെ ഉള്ളിലുള്ള ഒരു തേജസ് തന്നെയാണ്. മുമ്പ് വർണ്ണിച്ചു വെച്ചതും ഈ തേജസ്സിനെ കുറിച്ചാണ്. നിന്റെ കണ്ണിൽ കാണുന്ന ഒരു തേജസ് ഉണ്ടല്ലോ, പ്രകാശസ്വരൂപമായ തേജസ്, അത് തന്നെയാണ് പുരുഷൻ. ആ തേജപുരുഷൻ തന്നെയാണ് ആത്മാവ്. സിമ്പിളായിട്ട് പറഞ്ഞു കൊടുത്തു. അല്ലെങ്കിൽ നീ ഒന്നും കാണില്ലായിരുന്നു. നിന്റെ കണ്ണെന്ന് പറയുന്ന ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന ആ തേജസ് കൊണ്ടാണ്. ഇതുവരെ പറഞ്ഞത് ആ തേജസ്സാണ് ആത്മസ്വരൂപം എന്നാണ്. യേശോ അക്ഷിണി പുരുഷോ ദിശ്യത യേശ ആത്മേതി. ഹ ഉവാച ഹോവാച ഏതദമൃതം അഭയം ഏതദ് ബ്രഹ്മേതി. ഉവാച വീണ്ടും പറയുകയും ചെയ്തു,
ഏതദമൃതം ഇതാണമൃതം, ഏതദഭയം ഇതാണഭയം, തദ് ബ്രഹ്മരി. അമൃതവും അഭയവുമായതാണ് ബ്രഹ്മം. നിന്റെ കണ്ണിൽ പ്രകാശസ്വരൂപേണ കാണപ്പെടുന്ന ആ ചൈതന്യമാണ് ബ്രഹ്മം. അത് അമൃതമാണ്, അത് അഭയമാണ്. ഏതദ് ബ്രഹ്മ ഇതി. അഥ യോയം ഭഗവോ അപ്സു പരിഖ്യായതേ. യാതൊരുവനെയാണോ ഇത് കേട്ടപ്പോൾ അഥ അവർ ചോദിച്ചു, യോ അയം ഭഗവോ അപ്സു, യാതൊരുവനാണോ, ഭഗവാനാണോ, അപ്സു വെള്ളത്തിൽ, പരിഖ്യായതേ കാണപ്പെടുന്നത്. വെള്ളത്തിൽ കാണപ്പെടുന്നത് യാതെന്നാണോ? ഹേ ഭഗവാൻ, യാതെന്നാണോ വെള്ളത്തിൽ കാണപ്പെടുന്നത്? വെള്ളത്തിൽ കാഴ്ചശക്തി ഉണ്ടാക്കി കൊടുക്കുന്നത്, വെള്ളത്തിൽ ഇരിക്കുന്ന വസ്തുവിനെ നമുക്ക് കാണാൻ പറ്റുന്നത്, നമ്മുടെ കണ്ണിൽ ഛായാസ്വരൂപേണ ആ പുരുഷന്റെ പ്രതിബിംബം തേജസ്വരൂപമായി പതിച്ചിട്ടാണ് മുമ്പിലിരിക്കുന്ന വസ്തുവിനെ കാണാൻ പറ്റുന്നത്. ശാസ്ത്രീയമായിട്ട് തന്നെ ഉപനിഷത്ത് തെളിയിച്ചു. അപ്പൊ ദ്രഷ്ടാവും ദൃശ്യവസ്തുവും തമ്മിലുള്ള ഒരു സംബന്ധമാണ് ദർശനം. അവന് വെള്ളത്തിൽ കാണപ്പെടുന്നോ എന്നാണെങ്കിൽ, വെള്ളത്തിൽ കാണപ്പെടുന്നത് പ്രതിബിംബമാണ്, കണ്ണിൽ കാണുന്ന പോലെ അല്ല. കണ്ണിൽ കാണുന്ന നേരിട്ട് അതിലേക്ക് പ്രതിഫലിക്കലാണ്. വെള്ളത്തിൽ അതല്ല, പ്രതിബിംബമായിട്ടാണ് കാണുന്നത്. യോയം ഭഗവോ അപ്സു പരിഖ്യായതേ. അപ്പോ ഒരു ശിഷ്യൻ ചോദിച്ചു, അപ്പൊ ഈ വെള്ളത്തിനകത്ത് കാണപ്പെടുന്ന പ്രതിബിംബമോ? യശ്ചായം ആദർശേ, കണ്ണാടി കാണുന്നോ? യശ്ച അയം ആദർശേ, കണ്ണാടിയിലും വെള്ളത്തിലും ഒക്കെ നമ്മുടെ മുഖവും സ്വരൂപവും കാണാൻ പറ്റുമല്ലോ. ഏഷ ഇത്യേഷ ഉ ഏവ ഏഷു സർവേഷു അന്തേഷു പരിഖ്യായതേ ഇതി ഹോവാച. യാതൊരു വസ്തുവാണോ വെള്ളത്തിലും കണ്ണാടിയിലും കാണപ്പെടുന്നത്, അതേ വസ്തു തന്നെയാണ് കണ്ണിലും പ്രകാശത്തിന് കാരണമായിട്ടിരുന്നത്. രണ്ടെണ്ണമല്ല. ഈ പ്രതിബിംബമായിട്ട് കാണുന്ന വസ്തു തന്നെയാണ് കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബവും വെള്ളത്തിൽ കാണുന്ന പ്രതിബിംബവും ഒക്കെ ഒരു വസ്തുവിന്റെ പ്രതിബിംബം തന്നെയാണ്. പല വസ്തുക്കളില്ല, പല പുരുഷന്മാരില്ല, ഒന്നേ ഉള്ള ശക്തി. ആ ഒന്നിന്റെ രൂപഭേദങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. അതൊരു ബിംബാകാരത്തിലാണ് കാണപ്പെടുന്നത്. അപ്പൊ വാസ്തവത്തിൽ ഇതുവരെ ധരിച്ചിരുന്നുള്ള തെറ്റായ ഒരു ധാരണയെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതന്നെയാണ് ആ പുരുഷൻ എന്ന് നന്നായി അറിയാൻ സാധിക്കാത്തത് കൊണ്ടാണ് പ്രതിബിംബത്തെ കുറിച്ച് ചോദിക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഈ രണ്ട് ശിഷ്യന്മാരും ഈ ചോദ്യം ചോദിച്ചപ്പോൾ, ഈ പ്രതിബിംബം എങ്ങനെ ഉണ്ടാകുന്നു അതല്ലേ എന്ന് ചോദിച്ചപ്പോൾ, അറിയേണ്ട വസ്തു ശരിക്കും അറിയാൻ പാകമായിട്ടില്ല എന്ന് പ്രജാപതിക്ക് മനസ്സിലായി. രണ്ടുപേരും അതിന് തികച്ചും യോഗ്യരായില്ല. ഇതെല്ലാം ഒന്നിന്റെ തന്നെ പ്രതിബിംബങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അപ്പ വെള്ളത്തിലോ അപ്പ കണ്ണാടിയിലോ എന്ന ചോദ്യം അപ്രസക്തമാണ്. തൗഹ പ്രജാപതിരുവാചാം ഏഷു അക്ഷിണി പുരുഷോ ദൃശ്യത ഏഷാത്മേതി ഹോവാചൈതദമൃതം അഭയമേതദ് ബ്രഹ്മേതി അഥ യോ അയം ഭഗവോ അപ്സു പരിഖ്യായതേ. യശ്ചായം ആദർശേ കഥമ ഏഷ ഇത്യേഷ. ഇത്യേഷ ഉ ഏവൈഷു സർവേഷു അന്തേഷു പരിഖ്യായത ഇതി ഹോവാചാം. തൗഹ പ്രജാപതിരുവാചാം യ ഏഷു അക്ഷിണി പുരുഷോ ദൃശ്യത ഏഷാത്മേതി ഹോവാചൈതദമൃതമഭയം ഏതദ് ബ്രഹ്മേതി അഥ യോയം ഭഗവോ അപ്സു പരിഖ്യായതേ. യശ്ചായം ആദർശേ കഥമ ഏഷ ഇത്യേഷ ഉ ഏവൈഷു സർവേഷു അന്തേഷു പരിഖ്യായത ഇതി ഹോവാചാം.
ആത്മസ്വരൂപത്തെ എങ്ങനെ സാക്ഷാത്കരിക്കും എന്ന് അനുഭവസമ്പന്നരായ രണ്ട് ദേവാസുര പുരുഷന്മാരുടെ കഥ സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾക്കുണ്ടാകാവുന്ന സംശയം പരിഹരിച്ചിട്ട് ഒരേ വസ്തുവിന്റെ തന്നെയാണ് പ്രതിബിംബം വെള്ളത്തിലും കണ്ണാടിയിലും കാണുന്നതെന്നും ആ വസ്തുവിലെ തേജസ് തന്നെയാണ് കണ്ണിൽ കൂടി പദാർത്ഥങ്ങളെ സാക്ഷാത്കരിച്ച് കാണിക്കുന്നതെന്നും ആ പരബ്രഹ്മ ചൈതന്യത്തിന്റെ അദ്വയ ഭാവനയെ ഉറപ്പിക്കലായിരുന്നു ഈ ഖണ്ഡത്തിന്റെ ലക്ഷ്യം. അത് പൂർത്തിയാക്കി. അടുത്ത ഖണ്ഡത്തിൽ ഉദശരാവ ആത്മാനമവീക്ഷ്യം ഇത് ആത്മനോ ന വിജാനീതസ്തന്മേ പ്രബ്രൂതമിതി തൗഹോദശരാവേ അവേക്ഷാം ചക്രാതേ തൗഹ പ്രജാപതിരുവാച കിം പശ്യതൈതി തൗഹോചതു സർവമേവേദമാവാം ഭഗവ ആത്മാനം പശ്യാവ ആരോമഭ്യ ആനഖേഭ്യ പ്രതിരൂപം ഇതി. ഉദശരാവ, ഉദ നമുക്കർത്ഥം വെള്ളം എന്നാണ്. ഉദകത്തെ ഒന്ന് ചെറുതാക്കിയപ്പോൾ ഉദ ആയി. ശരാവം എന്ന് വെച്ചാൽ പാത്രം എന്നാണ്, ചരുവം എന്ന് വേണമെങ്കിൽ പറയാം. അതിനൊരു സംസ്കൃത വാക്കാണ് ശരാവം. ഉദശരാവം എന്ന് വെച്ചാൽ വെള്ളമുള്ള ഒരു ചരുവത്തിൽ, പാത്രത്തിൽ, ജലപാത്രത്തിൽ എന്ന് പറയാം. ഉദശരാവേ ആത്മാനം അവീക്ഷ, തന്നെ തന്നെ കണ്ടിട്ട്. വെള്ളം നിറച്ച ഒരു പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു, അതിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു, വെള്ളം നിറച്ചു, അതിലേക്ക് നോക്കാൻ പറഞ്ഞു. അതിലേക്ക് നോക്കിയപ്പോൾ ഇത് ആത്മനോ ന വിജാനീതസ്തന്നെ പ്രബ്രൂതമിതി, ആത്മാവിനെ തന്നെ അവർ നോക്കിയിട്ട് ആത്മനഃ, തൻ്റെ ആത്മാവിനെ സംബന്ധിച്ച് യത് യാതെന്നാണോ ആത്മാനം അപേക്ഷ യഥാത്മനോ ന വിജാനീത, അറിയുന്നില്ലയോ, തൻ്റെ ആത്മാവിനെ കുറിച്ച് അറിയുന്നില്ലയോ, തത് മേ പ്രബ്രൂതമിതി, അത് എന്നോട് പറയൂ എന്ന് പറഞ്ഞു. ജലപാത്രത്തിലെ വെള്ളത്തിലേക്ക് നോക്കിയിട്ട് ആ വെള്ളത്തിൽ തന്നെ തന്നെയാണ് കാണുന്നതെന്ന് ഉറപ്പ് വരുത്തിച്ചു ശിഷ്യനെ കൊണ്ട്. വേറൊരാളുടെ പ്രതിബിംബം അതിൽ കാണില്ല, ഉറപ്പാണ്. നോക്കുന്ന ദ്രഷ്ടാവിനെ മാത്രമേ കാണാൻ പറ്റൂ. അവിടെ ദൃശ്യം പ്രതിബിംബമാണ്. ഇവിടെ ദ്രഷ്ടാവും ദൃശ്യവും ഒന്നായിത്തീരും. ഇതേപോലെ ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നതൊക്കെ ഒരേ ചൈതന്യ വസ്തുവിന്റെ പ്രതിബിംബങ്ങളാണ്. അപ്പം ദൃഷ്ടൃദൃശ്യ വിവേകം, ദ്രഷ്ടാവും ദൃശ്യവും ഒന്നാണെന്നുള്ള ഒരു തിരിച്ചറിവ്, ഇതാണ് ആദ്യം വേണ്ടത് എന്ന് ഇവരെ ബോധ്യപ്പെടുത്തി ഈ ഉദാഹരണത്തിലൂടെ. ഉദശരാവ ആത്മാനമപേക്ഷയാം ഇതാത്മനോ ന വിജാനീത തന്മേ പ്രബ്രൂമം ഇതി. എന്നിട്ടും തങ്ങളുടെ ആത്മാവിനെ സംബന്ധിച്ച് അറിയുന്നില്ലയോ, അത് എന്നോട് പറയുവിൻ എന്ന് ഗുരു ശിഷ്യനോട് പറഞ്ഞു. കാരണം വെള്ളത്തിൽ നോക്കിയിട്ട് നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾക്കറിയാൻ പറ്റുന്നില്ലെങ്കിൽ അത് എന്നോട് നിങ്ങൾ പറഞ്ഞോളൂ, അത് എന്നോട് നിങ്ങൾ പറയൂ എന്ന് അവരോട് പറഞ്ഞു. അപ്പോഴവര് തൗഹ പ്രജാപതിരുവാച കിം പശ്യത ഇതി. തൗഹ ഉദശരാവേ അവേക്ഷം ചക്രാതെ, രണ്ടുപേരും ആ വെള്ളത്തിലേക്ക് നോക്കി. തൗഹ ഉദശരാവേ അവേക്ഷം ചക്രാതെ, രണ്ടുപേരും ആ ഉദശരാവത്തിലേക്ക് അവേക്ഷം ചക്രാതെ നോക്കി. രണ്ടുപേരും ആ കണ്ണാടിയിലേക്ക് നോക്കി, അല്ല ആ വെള്ളത്തിലേക്ക് നോക്കി, ഉദശരാവത്തിലേക്ക് നോക്കി. അപ്പൊ പ്രജാപതി ചോദിച്ചു, കിം പശ്യതൈതി, എന്ന് കാണുന്നു. ഊഹചതു സർവമേവേദം ആവാം,
അതിൻ്റെ അകത്ത് മുഴുവനും ഞങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ. അതിൻ്റെ അകത്ത് ഞങ്ങളെ മുഴുവനും കാണാൻ പറ്റും. സർവമേവ ഇതം ആവാം. ഞങ്ങൾ രണ്ടുപേരെ അതേപോലെ മുഴുവനായിട്ടും കാണാൻ പറ്റും. ഭഗവൻ ആത്മാനം പശ്യാവ, ഞങ്ങളെ തന്നെ ഞങ്ങൾ കാണുന്നു. ആ ലോമഭ്യ, രോമം മുതൽ ആ നഖേഭ്യ പ്രതിരൂപമിതി, നഖം വരെ ഞങ്ങളുടെ മുഖം കാണാം, കണ്ണ് കാണാം. ഞങ്ങളുടെ കണ്ണ് ഇതിൻ്റെ അത് കാണാം, മൂക്ക് കാണാം, ഞങ്ങളുടെ ചെവികൾ കാണാം, കയ്യ്, കാല്, അവയവങ്ങൾ, ഇതെല്ലാം അതിനകത്ത് കാണാം. ഞങ്ങളുടെ മുഖത്തുള്ള രോമങ്ങൾ പോലും കാണാം. ഞങ്ങളുടെ കൈവിരലുള്ള നഖങ്ങൾ പോലും അതിനകത്ത് കാണാം. ഒരു കുറവും അതിനകത്ത് വരില്ല. ഒന്നാണ് പ്രതിബിംബം, പ്രതിരൂപം എന്ന് പറയുന്നത്. ഏകദേശമേ കാണൂ എന്നില്ല. ഈ പ്രപഞ്ചം അങ്ങനെയാണ്. ആത്മസ്വരൂപനായ ജഗദീശ്വരന്റെ പ്രതിബിംബമാണ്. അപ്പൊ ഈ ജഗത്തിൽ ഒരിടത്തും ഇല്ലാതിരിക്കില്ല. പ്രതിബിംബമാണെങ്കിൽ ബിംബത്തിലുള്ളത് മുഴുവനും അതുപോലെ പ്രതിബിംബത്തിൽ കാണും, ഒരു കുറവും വരില്ല. ആലോംഭ്യ ആ നഖേഭ്യ പ്രതിരൂപമിതി, അങ്ങനെയുള്ള പ്രതിരൂപമാണ് ഞങ്ങൾ ആ ജലപാത്രത്തിൽ കാണുന്നത്. ആ ജലത്തിൽ കണ്ടത് അതാണ് എന്ന് പറഞ്ഞു. ഉദശരാവാത്മാനമപേക്ഷ യഥാത്മനോന വിജാനീഥ തന്മേ പ്രബ്രൂതമിതി തൗഹോദശരാവേ അവേക്ഷം ചക്രാതേ തൗഹ പ്രജാപതിരുവാച കിം പശ്യധീതി തൗഹോചതു സർവമേവേദമാവാം ഭഗവ ആത്മാനം പശ്യാവ ആലോമഭ്യ ആ നഖേഭ്യ പ്രതിരൂപമിതി ഉദശരാവ ആത്മാനമപേക്ഷ യഥാത്മനോ ന വിജാനീഥ തന്മേ പ്രബ്രൂതമിതി തൗഹോദശരാവേവേക്ഷം ചക്രാതേ തൗഹ പ്രജാപതിരുവാച കിം പശ്യതൈതി തൗഹോചതു സർവമേവേദമാവാം ഭഗവ ആത്മാനം പശ്യാവ ആലോമഭ്യ ആ നഖേഭ്യ പ്രതിരൂപമിതി ഉദശരാവ ആത്മാനമവീക്ഷ യദാത്മനോ ന വിജാനീഥ തന്മേ പ്രബ്രൂതമിതി തൗഹ ഉദശരാവയവേക്ഷം ചക്രാതേ തൗഹ പ്രജാപതിരുവാച കിം പശ്യതൈതി തൗഹോചതു സർവമേവേദമാവാം ഭഗവ ആത്മാനം പശ്യാവ ആലോമഭ്യ ആ നഖേഭ്യ പ്രതിരൂപം ഇതി തൗഹ പ്രജാപതിരുവാച സാധ്വരംഗതൗ സുവഫനൗ പരിഷ്കൃതൗ ഭൂത്തോ ദശരാവേ അവേക്ഷേധാമിതി തൗഹ സാധ്വരംഗതൗ സുവഫനൗ പരിഷ്കൃതൗ ഭൂത്വാ ഉദശരാവേ അവേക്ഷം ചക്രാതേ തൗഹ പ്രജാപതിരുവാച കിം പശ്യഥൈതി. തൗഹ പ്രജാപതിരുവാച, പ്രജാപതി അവരോട് പറഞ്ഞു, സാധു അലങ്കൃതവും, നന്നായി ഒരുങ്ങി വരൂ, അലങ്കരിച്ചു വരൂ. സുവഫനവും, നല്ല വസ്ത്രം എടുത്ത് നന്നായി ആഭരണങ്ങളൊക്കെ ധരിച്ച് പൊട്ടകൂത്തി അലങ്കരിച്ചു വരൂ. പരിഷ്കൃതവും, പരിഷ്കാരികളായിട്ട്, പരിഷ്കരിച്ചവരായിട്ട്, ഭൂത്വാ ഭവിച്ചിട്ട്, ഉദശരാവേ അവേക്ഷതാം ഇതി, ജലപാത്രത്തിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞു. നിങ്ങൾ പോയി വേഷമൊക്കെ മാറി നല്ല നല്ല വേഷങ്ങൾ ധരിച്ച് ധാരാളം ആടയാഭരണങ്ങളൊക്കെ ധരിച്ച് ധാരാളം ലേപനങ്ങളൊക്കെ പൂശിക്കൊണ്ട് തിരിച്ചു വന്ന് ഈ കണ്ണാടിയെ നോക്കൂ എന്ന് പറഞ്ഞു. അല്ല, ഈ വെള്ളത്തിൽ ഉദശരാവത്തിൽ നോക്കൂ എന്ന് പറഞ്ഞു. തൗഹ സാധ്വലങ്കൃതവും, അതുപോലെ തന്നെ നന്നായിട്ട് അലങ്കരിച്ച്, സുവഫനവും, നല്ല വസ്ത്രങ്ങളൊക്കെ എടുത്ത്, പരിഷ്കൃതവും, നന്നായി പരിഷ്കരിക്കപ്പെട്ടവരായിട്ട്, ഭൂത്വാ ഉദശരാവേ അവേക്ഷം ചക്രാതേ, എന്നിട്ട് രണ്ടുപേരും വന്ന് ആ ജലപാത്രത്തിലേക്ക് നോക്കി. തൗഹ പ്രജാപതിരുവാച കിം പശ്യധീതി, പ്രജാപതി അവരോട് ചോദിച്ചു, അതിലെന്ത് കാണുന്നു? തൗഹ പ്രജാപതിരുവാച സാധ്വരംഗതൗ സുവഫനൗ പരിഷ്കൃതൗ ഭൂത്വാ ഉദശരാവേ അവേക്ഷേധാമിതി
തൗഹ സധ്വരംഗതൗ സുവസനൗ പരിഷ്കൃതൗ ഭൂത്തോദശരാവേവേക്ഷാം ചക്രാദേ തൗഹ പ്രജാപതിരുവാച കിം വിശ്യഥൈതി തൗഹ പ്രജാപതിരുവാച സധ്വരംഗതൗ സുവസനൗ പരിഷ്കൃതൗ ഭൂത്തോദശരാവേവേക്ഷേധാമിതി തൗഹ സധ്വരംഗതൗ സുവസനൗ പരിഷ്കൃതൗ ഭൂത്തോദശരാവേ അവേക്ഷം ചക്രാദേ തൗഹ പ്രജാപതിരുവാച കിം പശ്യഥൈതി തൗ ഹോചതു യഥൈവേദമാവാം ഭഗവ സധ്വരംഗതൗ സുവസനൗ പരിഷ്കൃതൗ സ്വ ഏവമേവേമൗ ഭഗവ സധ്വരംഗതൗ സുവസനൗ പരിഷ്കൃതാവിത്യേഷാത്മേതി ഹോവാച ഏതദമതമഭയം ഏതദ് ബ്രഹ്മേതി തൗഹ ശാന്തഹൃദയോ പ്രവവ്രജതുഹു. തൗ ഹോചതു, അവർ പറഞ്ഞു, യഥൈവേദമാവാം, യഥാ ഏവ ഇദം ആവാം, എങ്ങനെയൊക്കെയാണോ ഞങ്ങൾ സാധു അലങ്കൃതൗ സുവസനൗ പരിഷ്കൃതൗ, നന്നായി അലങ്കരിച്ചവർ, നല്ല വസ്ത്രം ധരിച്ചവർ, പരിഷ്കൃതികളായിട്ട് സ്വയേവം ഏവ ഇമൗ, ഞങ്ങൾ രണ്ടുപേരെ അതേപോലെ തന്നെ ഭഗവ സധ്വരംഗതൗ സുവസനൗ പരിഷ്കൃതാവിത്യേഷ ആത്മേതി ഹോവാച. അപ്പോഴും അതിൻ്റെ അകത്ത് ഇവര് കണ്ടു നന്നായി അലങ്കരിച്ചവരായ ഇവരെ. ഈ അലങ്കാരങ്ങളൊന്നും ഇല്ലാതെ കണ്ടപ്പോഴും ഇവര് തന്നെ. വസ്ത്രങ്ങളൊക്കെ മാറി ആഭരണങ്ങളൊക്കെ ധരിച്ചു വന്നപ്പോഴും ഇവര് തന്നെ. ഒരു മാറ്റവും ഇല്ലല്ലോ. നിങ്ങളെ തന്നെയല്ലേ എൻ്റെ അകത്ത് കണ്ടത് ആ ചരിത്രത്തിലെ വെള്ളത്തിൽ? അതെ, മുമ്പേ കണ്ടതും അതും ഞങ്ങളെ തന്നെ. ഇപ്പൊ നിങ്ങൾ വേഷങ്ങളൊക്കെ മാറി അണിഞ്ഞൊരുങ്ങി വന്നപ്പോഴോ അതും നിങ്ങളെ തന്നെ. സാധ്വലംകൃതൗ സുവസനൗ പരിഷ്കൃതൗ ഇത്യേഷ ആത്മേതി ഹോവാച. ഇതാണ് ആത്മാവ്, ഇതാണ് അമൃതം, ഇതാണ് അഭയം. ആത്മേതി ഹോവാച ഏതദമൃതം അഭയമേതത് ബ്രഹ്മേതി തൗഹ ശാന്തഹൃദയോ പ്രവ്രജതുഹു. ഇതേപോലെയാണ് ഈ പ്രപഞ്ചത്തിൽ എത്രയെത്ര വേഷങ്ങൾ മാറി വന്നാലും, എത്രയെത്ര ആഭരണങ്ങൾ മാറി ധരിച്ചാലും, എത്ര പരിഷ്കൃത ആയാലും ആ ഒരു വസ്തു തന്നെയാണ് ഇത് മുഴുവൻ. വേഷം മാറിയാൽ ഞാനെന്നുണ്ടാവില്ല. ചന്ദനാദികളായ ലേപനങ്ങളും ആഭരണങ്ങളും അണിഞ്ഞാലും ഞാൻ തന്നെ. ഇതേപോലെയാണ് ഈ ആത്മസ്വരൂപത്തിന്റെ പ്രപഞ്ചത്തിലുള്ള ദൃശ്യം. അത് മാറില്ല, അത് തന്നെയാണത്. അതിന് വ്യത്യാസം ഉണ്ടാവുകയില്ല. ഇത് അവർക്ക് ശരിക്കും ബോധ്യമായി. തൗഹ പ്രജാപതിരുവാച അമൃതമേത അഭയം ബ്രഹ്മേതി തൗഹ ശാന്തഹൃദയോ പ്രവചിച്ചു. രണ്ടുപേരും ശാന്തഹൃദയത്തോടെ തിരിച്ചുപോയി. ഇന്ദ്രനും പുരോഹിതനും രണ്ടുപേർക്കും ആത്മാവിനെ കാണിച്ചു കൊടുത്തു പ്രജാപതി. ഇതൊരു ഉദാഹരണ കഥ പറഞ്ഞാണ്. ഈ പ്രപഞ്ചത്തിൽ നമ്മളും ഇങ്ങനെ തന്നെയാണ്. എന്തൊക്കെ വേഷങ്ങൾ മാറിക്കെട്ടിയണിഞ്ഞാലും എനിക്ക് മാറ്റം ഉണ്ടാവില്ല. ഞാൻ തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൽ കോടാനുകോടി പദാർത്ഥങ്ങളിലൂടെ അലങ്കരിച്ചും അലങ്കരിക്കാതെയും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യ സ്വരൂപമാണ് ബ്രഹ്മമെന്ന് ഇവരെ കൊണ്ട് സാക്ഷാത്കരിപ്പിച്ച് രണ്ടുപേരും സന്തോഷത്തോടെ പറഞ്ഞു. തൗ ഹോചതു യഥൈവേദമാവാം ഭഗവ സാധ്വലംകൃതൗ സുവസനൗ പരിഷ്കൃതൗ സ്വ ഏവമേവേമൗ ഭഗവ സാധ്വലംകൃതൗ സുവസനൗ പരിഷ്കൃതാവിത്യേഷ ആത്മേതി ഹോവാച ഏതദമൃതം അഭയമേതത് ബ്രഹ്മേതി തൗഹ ശാന്തഹൃദയോ പ്രവ്രജതുഹു. തൗ ഹോചതു യഥൈവേദമാവാം ഭഗവ സാധ്വലംകൃതൗ സുവസനൗ പരിഷ്കൃതൗ സ്വ ഏവമേവേമൗ ഭഗവ സാധ്വലംകൃതൗ സുവസനൗ പരിഷ്കൃതാവിത്യേഷ ആത്മേതി ഹോവാച ഏതദമൃതം അഭയം ഏതദ് ബ്രഹ്മേതി തൗഹ ശാന്തഹൃദയോ പ്രവ്രജതുഹു. നമുക്ക് അവളെ ഉപസംഹരിക്കാം. സമയം ആയിരിക്കുന്നു. രഘുവിന്റെ പ്രഭാഷണം കേൾക്കാൻ നമുക്ക് ഒന്നതിനെ മാറണം. അത് കഴിഞ്ഞ് പിന്നെയും ക്ലാസ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് വൈകിക്കണ്ട. ഇന്നിവിടെ ഉപസംഹരിക്കാം.
ഉപനിഷത്ത് ആവശ്യമുള്ളവർ മഠത്തിൽ വിളിച്ചു പറഞ്ഞു കാണും എന്ന് വിചാരിക്കുന്നു. 3-4 പേര് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒന്നിച്ചു പുസ്തകങ്ങൾ വരുത്താൻ വേണ്ടിയാണ്. ആഗ്രഹിക്കുന്നവർ, പുസ്തകം കയ്യിലില്ലാത്തവർ ഉടൻ തന്നെ മഠത്തിൽ വിളിച്ചു പറഞ്ഞാലേ പുസ്തകം വരുത്താൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം കൂടി അറിയിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. സാറേ നമസ്തേ. 5 മണിക്ക് നമസ്തേ. ഓ വെരി ഗുഡ്. ശരി.